1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഗോത്ര ഊരുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച മക്കിബല ക്യാമ്പിന് സമാപനമായി. കീസ്റ്റോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അന്തർദേശീയ മ്യൂസിയം ദിനാചരണവും ക്യാമ്പിൽ നടന്നു. ഈ മാസം 15 മുതൽ നടന്നുവരുന്ന സഹവാസ ക്യാമ്പിൽ ഗോത്ര സംസ്കാരത്തിന്റെ മൂല്യങ്ങളാണ് കുട്ടികൾക്കായി പകർന്നു നൽകിയത്. ഗോത്രകലകൾ, നിർമ്മിതികൾ, ഗോത്ര സാഹിത്യം എന്നീ വിഷയങ്ങളാണ് ക്യാമ്പിൽ ചർച്ച ചെയ്തത്. മെയ് 18-ന് അന്തർദേശീയ മ്യൂസിയം ദിനാചരണവും ക്യാമ്പിൽ സംഘടിപ്പിച്ചു. മ്യൂസിയങ്ങൾ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും എന്ന തീമിലാണ് ഈ വർഷം മ്യൂസിയം ദിനാചരണം നടക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത 40 കുട്ടികൾ തങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൊട്ട നിർമ്മാണം, വിവിധതരം കെണികൾ, വാദ്യോപകരണങ്ങൾ, തനത് ഭക്ഷണം, തേൻ ശേഖരണം തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. നിലമ്പൂരിലെ ഗോത്ര വിദ്യാർത്ഥികൾ പലരും 1-ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസത്തിനായി ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്നതിനാൽ പുതിയ തലമുറയിൽ ഗോത്ര സംസ്കാരത്തിന്റെ പല ഘടകങ്ങളും ഇന്നും അന്യം നിന്നും പോകുന്നതായാണ് മനസ്സിലാവുന്നത്. ഗോത്രഭാഷയും കലകളും നിർമ്മിതികളും സംരക്ഷിക്കുവാനും അവയിലൂടെ പുതിയ ഒരു ഉപജീവന മാർഗം യുവതലമുറയെ പരിചയപ്പെടുത്തുവാനും കൂടിയാണ് ക്യാമ്പിന്റെ ഭാഗമായി മ്യൂസിയം ദിനാചരണം കൂടി സംഘടിപ്പിച്ചത്. ദിനാചരണം ഷിഹാബ് പൂന്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ ജയപ്രകാശ് നിലമ്പൂർ, ഫിലിമി ഫോക്ക് കൂട്ടായ്മ, ഗോത്രതാളം വയനാട്, സീന തച്ചനാട്, വിനോജ് പാലക്കയം എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. അഭിജിത്ത് പാലക്കയം, അമൽ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.